പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നേരുകയാണ്. എൻ്റെ മനസ്സിൽ ഈ അടുത്ത കാലത്തായി ശക്തമായി വന്നലച്ച ഒരു ദൈവവചനമുണ്ട്. അത് ഇപ്പോഴത്തെ റോമൻ കത്തോലിക്ക സഭയുടെ പുതിയ പോപ്പ് ലൂയി 14 മാർപ്പാപ്പ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് അഭിഷിക്തനായ ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇംഗ്ലീഷിൽ നടത്തിയ പ്രഭാഷണമായിരുന്നു. ആ പ്രഭാഷണത്തിൻ്റെ തുടക്കം 98-ാം സങ്കീർത്തനം 1-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. അതെന്നെ നന്നേ സ്പർശിച്ചു. അദ്ദേഹം ഇംഗ്ലീഷിലാണ് പ്രസംഗം തുടങ്ങിയത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. 98-ാം സങ്കീർത്തനം 1-ാം വാക്യം അദ്ദേഹം ഉദ്ധരിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഇംഗ്ലീഷ് പരിഭാഷയിൽ നിന്നാവാം. സിംഗ് എ ന്യൂ സോങ് ടു ദ ലോർഡ്, ഫോർ ഹി ഹാസ് ഡൺ മാർവൽസ്. ന്യൂ ഇംഗ്ലീഷ് വേർഷനിൽ NIV-യിൽ സിംഗ് എ ന്യൂ സോങ് ടു ദ ലോർഡ്, ഫോർ ഹി ഹാസ് ഡൺ മാർവലസ് തിങ്സ് എന്നാണ്. മലയാളം: യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് മാർപ്പാപ്പയായി സ്ഥാനമേറ്റ ശേഷം, അഭിഷിക്തനായ ശേഷം മാർപ്പാപ്പ ഇങ്ങനെ ഈ ഒരു സങ്കീർത്തനം ഉദ്ധരിക്കുവാൻ കാരണം? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലായിരുന്നു അത്. ഏതോ ഒരു കോണിൽ ജനിച്ചു വളർന്ന ഒരു ദൈവപുരുഷൻ അദ്ദേഹത്തെ ദൈവം മാനിച്ച്, ദൈവജനം സ്വീകരിച്ച് മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയായി. ആ ദൈവത്തിൻ്റെ അത്ഭുതം നേരിൽ കാണുവാനുള്ള ഭാഗ്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തീർച്ചയായും ദൈവവചനം അദ്ദേഹത്തിൻ്റെ നാവൻ തുമ്പിലേക്ക് അറിയാതെ ഒഴുകിയെത്തുകയായി. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുകയും, അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. അപമാനിക്കപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടാവും ജീവിതത്തിൽ. നാം ഒന്നും അറിഞ്ഞിട്ടല്ല, നാം ഒന്നും തെറ്റായി ചെയ്തിട്ടുമല്ല. പക്ഷെ അപമാനിതനാകുന്ന നിമിഷങ്ങൾ, ആ സന്ദർഭത്തിൽ ദൈവം എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കാതിൽ മന്ത്രിക്കുകയാണ്: കുഞ്ഞേ, ഞാൻ നിന്നോടൊപ്പമുണ്ടല്ലോ, ഞാൻ നിന്നെ മാനിച്ചല്ലോ, പിന്നെ എന്തിന് ഈ ലോകത്തിൻ്റെ അപമാനങ്ങളെ സംബന്ധിച്ച് നീ ദുഃഖിതനാകുന്നു? അരുത്. ഐ ആം വിത്ത് യു. അങ്ങനെ ഒരു വലിയ ഉറപ്പും സാന്നിധ്യവും അനുഭവിച്ചറിയുമ്പോൾ സങ്കീർത്തനം നമ്മുടെ നാവൻ തുമ്പിൽ വരികയായി. നമുക്കൊരു പുതിയ പാട്ട് പാടാം. കാരണം അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. നമ്മൾ അസ്വീകാര്യരായി തീരുന്ന നിമിഷങ്ങളുണ്ടാകാം. സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, അകറ്റപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ 2 കരവും നീട്ടി, അല്ല, ആ 2 കരവും കുറേ കൂടെ വിശാലമാക്കിക്കൊണ്ട് നമ്മെ ചേർത്ത് പിടിച്ച് ഹൃദയത്തോട് ബന്ധിപ്പിച്ച് നമ്മളോട് പറയുകയാ: കുഞ്ഞേ, ഞാനുണ്ടല്ലോ, നിനക്ക് ഏറ്റവും അടുപ്പമുള്ളവനായി എന്ന് പറയുന്ന എത്രയോ നിമിഷങ്ങളാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് രുചിച്ചറിയുവാൻ കഴിയുന്നത്. അപ്പോൾ നാവൻ തുമ്പത്ത് വരും 98-ാം സങ്കീർത്തനം 1-ാം വാക്യം: ഇന്ന് എനിക്ക് ഒരു പുതിയ പാട്ട് പാടുവാൻ സാധിക്കും. എൻ്റെ നാഥന് ഞാനൊരു പുതിയ പാട്ട് പാടും. കന്യക മറിയം അങ്ങനെയല്ലേ?
ഒരു ഗ്രാമത്തിൽ വളർന്നവൾ. അവളുടെ അടുക്കലേക്ക് ദൈവദൂതൻ ചെന്ന് പറയുകയാണ്, വിവാഹിതയാകുന്നതിന് മുമ്പ് നിന്നിൽ കർത്താവ് പ്രസാദിച്ചിരിക്കുന്നു, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരനാ. അയ്യോ, ഞാൻ വിവാഹിതയായില്ലല്ലോ. ദൈവത്തിൽ അസാധ്യമായതൊന്നുമില്ല കുഞ്ഞി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളും അനുഗ്രഹങ്ങളുമാണ്. പക്ഷേ ലോകം അപമാനിക്കുവാൻ ഏറെ സാധ്യതയുള്ള, ലോകം അകറ്റിക്കളയുവാൻ വളരെയധികം സാധ്യതയുള്ള ഒരു സന്ദർഭത്തിലൂടെ, സാഹചര്യത്തിലൂടെ ദൈവം അവളെ കരം പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ഒരു സമ്മിശ്രമായ അനുഭവം, ലോകം നമ്മളെ അകറ്റുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും, അതേസമയം ദൈവം ചേർത്ത് പിടിക്കുകയും കരം പിടിച്ച് നടത്തുകയും, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഏലീശായുമായി കൂട്ടുമുട്ടി കഴിഞ്ഞതിന് ശേഷം മറിയാം ഒരു വലിയ പാട്ട് പാടുന്നുണ്ട്. കേവലം 8-10 വാക്യങ്ങൾ മാത്രമുള്ള ഒരു പുതിയ ഗാനം അവൾ പാടുകയായി. ശമൂവേലിനെ ദൈവം ഹന്നയ്ക്ക് നൽകി. ഒരു മകനില്ലാതെ വിഷമിച്ചിരുന്ന മച്ചിയായവൾ അവൾക്കൊരു കുഞ്ഞിനെ ലഭിച്ച് ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ഹന്ന പാടുന്ന പാട്ട് മറിയാമിൻ്റെ പാട്ടിന് സമ്മാനമാണ്. എന്താണ് ഞാൻ സൂചിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ രുചിച്ചറിയുന്ന നിമിഷം. ലോകത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ധാരാളം ആളുകൾ ഇന്നുണ്ട്. നമ്മളുടെ തന്നെ ചുറ്റുവട്ടത്തിലുണ്ട്, അയൽപക്കങ്ങളിലുണ്ട്. നിങ്ങളുടെ ഇടവകകളുടെ പരിധിക്കുള്ളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞ് എത്ര മാതാപിതാക്കളാണ് ഉള്ളത്? അവരുടെ അടുക്കലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയേണ്ടതല്ലേ? ഒരല്പസമയം, ഒരാഴ്ച, 1 മണിക്കൂർ, 2-3 വൃദ്ധജനങ്ങൾ അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന്, ഞാനിതിനു മുമ്പും ആ ആഹ്വാനം നൽകിയിട്ടുള്ളതാണ്. ഒരു ക്രിസ്തീയ ഗാനം ആലപിച്ചുകൊണ്ട്, ദൈവവചനത്തിൽ നിന്ന് ഒരു 10 വാക്യം വായിച്ച് കേൾപ്പിച്ചുകൊണ്ട്, ഒരു കൗമ പ്രാർത്ഥന നടത്തി അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു അരമണിക്കൂർ നേരം, ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു കൂട്ടായ്മയാണ്. ഒറ്റപ്പെടുന്നവരുടെ അടുക്കലേക്ക് കൂട്ടായ്മ നൽകിക്കൊണ്ടു പോകുവാനുള്ള ഒരു വലിയ നിയോഗം നമ്മൾ സ്വീകരിക്കുകയാണ്. തീർച്ചയായും അവരപ്പോൾ ഹൃദയത്തിൽ മന്ത്രിക്കും, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു. ഒറ്റപ്പെട്ടവരുടെ അടുക്കലേക്ക് കൂട്ടായ്മ നൽകിക്കൊണ്ട് കടന്നു ചെല്ലുന്നവർ ആരോ, അവർ ദൈവസാന്നിധ്യം പേറിക്കൊണ്ട് അവരുടെ അടുക്കലേക്ക് എത്തിപ്പെടുകയാണ്. നമുക്ക് മറക്കാതിരിക്കാം. നമ്മളുടെ സമൂഹത്തിൽ ഇത്തരം ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ള ആ അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ ദൈവം നമ്മെ തൻ്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്ന നിമിഷങ്ങൾ, അത് അനർഘമാണ്. അത് തീർച്ചയായിട്ടും വലിയ അഭിമാനകരമായ ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിലും. നമ്മുടെ ജീവിതത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ എത്രയെത്ര നിമിഷങ്ങൾ ഉണ്ടാവുന്നു. ആ നിമിഷങ്ങളിൽ ദൈവം അടുത്തു വന്ന് കരം പിടിച്ച് നടത്തുന്ന നിമിഷങ്ങൾ പോലെയുള്ള അനുഭവങ്ങൾ ധാരാളം നമ്മളുടെ ജീവിതത്തിലുണ്ടാകും. അത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, അതിന് ഇരട്ടി മധുരമുണ്ടാകുന്നത് എപ്പോഴാണ്? ഈ അനുഭവങ്ങൾ അതേ സമാനമായ, നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾക്ക് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ അടുക്കലേക്ക് നാം ചെന്ന് ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഉപകരണങ്ങളായി നാം ഉപയോഗിക്കപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മിലൂടെ ദൈവസാന്നിധ്യത്തിൻ്റെ അത്ഭുത നിമിഷങ്ങൾ പിറക്കുകയായി.
ഈ സങ്കീർത്തനം വലുതാണ്. നമ്മളുടെ ജീവിതം നമ്മൾ പുറകോട്ട് നോക്കണം. സാധാരണക്കാരനായി ജനിച്ച നമ്മൾ ഓരോരുത്തരും ദൈവം തമ്പുരാൻ വഴി നടത്തിയ അത്ഭുതകരമായ വഴികൾ, അത്ഭുതകരമായ ഇടപെടലുകൾ നാം സ്വപ്നം കാണുന്നതിലും അപ്പുറം നമ്മളുടെ കഴിവുകൾക്കും വളരെ അതീതമായി ഓരോ നിമിഷവും ദൈവം നമ്മോടുകൂടി ഇരുന്ന് ഇടപെട്ട് നമ്മളിലൂടെ വലിയ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കുകയായി. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുകയും അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇങ്ങനെയുള്ള നിമിഷങ്ങൾ നിങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നിങ്ങൾ വളർന്നു വരുമ്പോഴും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകാം. ഈ വാക്യം നമ്മളുടെ ഹൃദയത്തിൽ ഒരു മന്ത്രമായി നമ്മുടെ നാവിൻ തുമ്പത്ത് എപ്പോഴും ഉള്ളതായിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം നമ്മൾ തിരിഞ്ഞു നോക്കണം. ഒരു മത്സരത്തിൽ നമ്മൾ പങ്കുകൊള്ളുന്നു, ധാരാളം പരിശീലനങ്ങളൊക്കെ നടത്തി. പക്ഷേ വിജയമുണ്ടാകുന്ന ആ വലിയ നിമിഷമുണ്ടല്ലോ, ആ നിമിഷത്തിന് ഒരു ദൈവസ്പർശമുണ്ട്. മനുഷ്യ അധ്വാനത്തോടൊപ്പം ദൈവത്തിൻ്റെ ഒരു സ്പർശവും സാന്നിധ്യവും കൂടെ. അങ്ങനെയാണ് ജീവിതം. അങ്ങനെ ആണ് ജീവിതം എന്ന് തിരിച്ചറിയുന്നവർക്ക്, ഇല്ലാത്തവർക്കതില്ല. പരീക്ഷ നന്നായി എഴുതി, ആ പരീക്ഷയുടെ അതിന് എത്രയോ അധ്വാനമുണ്ടായി, അതിന് നല്ല ഫലം ലഭിക്കുമ്പോൾ തീർച്ചയായും മനസ്സാന്നിധ്യം, ഓർമ്മയുടെ തെളിച്ചം, അത് വിരലിൻ തുമ്പിലൂടെ എഴുതി ഫലിപ്പിക്കുന്ന ആ ഒരു അത്ഭുതകരമായ ആ സംഭവം എന്ന് ഞാൻ പറയും, അത്ഭുതകരമായ നിമിഷം. അവിടെയൊക്കെ ദൈവത്തിൻ്റെ വ്യാപാരമുണ്ട് കുഞ്ഞുങ്ങളെ. ദൈവം ഓരോ നിമിഷവും നമ്മളുടെ ജീവിതത്തിൽ ഇടപെട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് മറക്കരുത്. കുഞ്ഞുങ്ങളായ നിങ്ങളുടെ ജീവിതത്തിലും വളർന്ന് പ്രായമാകുന്ന ഞങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ഏവരുടെയും ജീവിതത്തിലും ദൈവത്തിൻ്റെ ഈ സാന്നിധ്യവും ആശ്വാസത്തിൻ്റെ സ്പർശവും നമ്മളുടെ മികവുകളെ മുഴുവനായി പ്രകാശിപ്പിക്കുന്നതിൽ ആവശ്യമായ മനസ്സാന്നിധ്യവും അതിനുള്ള സാഹചര്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും കൃപകളുമാണ്. ലഭിച്ചതല്ലാതെ എനിക്കെന്തുള്ളൂ? തമ്പുരാൻ തന്നതേ ഉള്ളൂ. എനിക്കുള്ളതെല്ലാം തമ്പുരാൻ തന്നതാണ്, ദൈവം തന്നതാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഈ സാക്ഷ്യം നമുക്ക് ഇന്നും എപ്പോഴും പറയുവാൻ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും